കണ്ണൂർ എസ്.എൻ. പാർക്കിന് സമീപം ഫ്ളാറ്റിൽ നിന്ന് മലിനജലവും സെപ്റ്റിക് മാലിന്യവും തുറന്നുവിടുന്നതായി താലൂക്ക് അദാലത്തിൽ വീട്ടമ്മയുടെ പരാതി. തന്റെ പറമ്പിലേക്ക് മാലിന്യം ഒഴുക്കുന്നതിനെതിരെ വർഷങ്ങളായി പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ലെന്ന് ശിവദ പത്മനാഭൻ മന്ത്രിയോട് പറഞ്ഞു. പരാതിയിൽ ഫ്ളാറ്റ് ഉടമയ്ക്ക് നോട്ടീസ് നൽകാൻ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ നിർദ്ദേശം നൽകി. കണ്ണൂർ എസ്.എൻ. പാർക്കിന് സമീപം ശ്രീപത്മത്തിലെ ശിവദ പത്മനാഭൻ താലൂക്ക് തല അദാലത്തിൽ എത്തിയത് രൂക്ഷമായ മാലിന്യ പ്രശ്നവുമായാണ്. തന്റെ വീട്ടുപറമ്പിലേക്ക് സെപ്റ്റിക് മാലിന്യം അടക്കം സമീപത്തെ ഫ്ളാറ്റിൽ നിന്ന് ഒഴുക്കിവിടുന്നതായാണ് ശിവദ പരാതി നൽകിയത്. ഇത് തെളിയിക്കുന്ന ദൃശ്യങ്ങളും ഫോട്ടോകളും ശിവദ കരുതിയിരുന്നു. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിക്കും ADM-നും ഉൾപ്പെടെയുള്ളവർക്ക് ഇത് കാട്ടിക്കൊടുത്ത് തന്റെ നിസ്സഹായാവസ്ഥ ശിവദ വിശദീകരിച്ചു. വർഷങ്ങളായി പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ലെന്നായിരുന്നു പരാതി. കോർപ്പറേഷൻ ഹെൽത്ത് സൂപ്പർവൈസർ PP ബൈജുവിനോട് മന്ത്രി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. രൂക്ഷമായ ദുർഗന്ധവും മലിനജല പ്രശ്നവും കാരണം വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്നും പലവട്ടം പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ലെന്നും ശിവദ പത്മനാഭൻ പറഞ്ഞു. മാലിന്യല്ല ഇപ്പൊ സെപ്റ്റിക് ടാങ്ക് അടക്കം സെപ്റ്റിക് ടാങ്ക് എന്നിട്ട് ഇപ്പൊ അവരുടെ നിർദ്ദേശം എന്താന്ന് വെച്ചാൽ ഈ സെപ്റ്റിക് ഇത് കണ്ടോ, ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതിപ്പോൾ എൻ്റെ പറമ്പത്തേക്ക് ഇങ്ങനെ ഒഴുക്കി വിടുന്നതാണ്. സെപ്റ്റിക് ടാങ്ക് അടക്കം ഇത് സെപ്റ്റിക് ടാങ്കിൽ വേസ്റ്റ് വരെ വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ അവരെന്താ പറയുന്നതെന്നറിയോ, ഈ മതിൽ ഇവിടെ തുറന്നിട്ട് ആ സെപ്റ്റിക് ടാങ്കിലുള്ള മാലിന്യം മുഴുവൻ എൻ്റെ പറമ്പത്താക്കണം. അത് നടക്കാതെ കാര്യമല്ലേ. മാൻഹോളും സെപ്റ്റിക് ടാങ്കും അവരുടെ പറമ്പത്ത് വെച്ച് അവർ മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യണം. അതിന് ഈ എൻ്റെ ആദ്യമൊക്കെ തുറന്നു കൊടുക്കാറുണ്ട്. ഇപ്പോൾ എൻ്റെ ഗേറ്റ് തുറന്നു കൊടുക്കണം, എൻ്റെ ഇതാക്കണം. അത് ശരിയല്ലല്ലോ അവർ പറയുന്നത്. അപ്പോൾ ഇത് ഇത്രയ്ക്കും വേസ്റ്റ് കണ്ടോ, ഇത് നിങ്ങൾക്ക് ഇതും കൂടി എടുക്കാം. അത്രയും പരാതിയിൽ ഫ്ളാറ്റ് ഉടമയ്ക്ക് നോട്ടീസ് അയക്കാൻ മന്ത്രി നിർദ്ദേശം നൽകി. മാലിന്യ പ്രശ്നം ഉണ്ടോ എന്ന് ആരോഗ്യ വിഭാഗം പരിശോധന നടത്തണം. പരാതി അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാനും കോർപ്പറേഷന് മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.